ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ക്രിസ്മസ് ലൈറ്റ്സ് ഒന്നും കാണാനായിട്ടൊന്നും ഒരിടത്തും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് നമ്മുടെ ടൗണിൽ തന്നെയുള്ള ഔട്ട്ലെറ്റ് വില്ലേജിലേക്ക് ഒന്ന് പോകാമെന്ന്. ക്രിസ്മസ് ആകുമ്പോഴേക്കും ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും സ്റ്റാറ്റസും ഫോട്ടോസും വീഡിയോസും എല്ലാം ക്രിസ്മസ് ലൈറ്റ്സും ക്രിസ്മസ് മാർക്കറ്റ്സും എല്ലാം തന്നെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും കാണുന്ന ലൈറ്റ്സ് ഒക്കെ കാലാകാലങ്ങളായിട്ട് ഇട്ട് വരുന്ന സെയിം സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ വർഷവും പോയായിരുന്നു, അതിനു മുമ്പത്തെ വർഷവും പോയിരുന്നു. എല്ലായ്പ്പോഴും ഈ ജോയ് എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന സാധനവും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ പെർമനന്റ് ആയിട്ടുള്ളത് തന്നെ. പെർമനന്റ് ആയിട്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോഴേക്കും അവർ മടക്കി പെട്ടിയിലാക്കി വെക്കും. വീണ്ടും അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ എടുത്ത് അത് തന്നെ തൂക്കും. ലൈറ്റ്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പുതിയ പുതിയ ലൈറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം നടക്കുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും സെയിം സാധനം തന്നെ വീണ്ടും വീണ്ടും തൂക്കുന്നത്. നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ സൂപ്പർ ഡ്രൈയുടെ ഓഫർ സാധനങ്ങൾ മാത്രമുള്ളൊരു ഷോപ്പിലെത്തിയിട്ടോ. ഇത് ആക്ച്വൽ സൂപ്പർ ഡ്രൈയുടെ ഷോപ്പ് അല്ല. ഓഫറിലുള്ള സാധനങ്ങൾ മാത്രമായിട്ട് വേറൊരു റൂമിൽ അവർ വെച്ചേക്കാണ് കേട്ടോ. അതിന്റെ പ്രൈസ് ലിസ്റ്റ് ആണ് ഈ കാണുന്നത്. എന്തായാലും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് ഒരു സാധനവും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇത്തവണ സീക്രട്ട് സാന്റ കളിക്കുമ്പോഴുണ്ടല്ലോ, എന്റെ സീക്രട്ട് സാന്റയ്ക്ക് ഞാൻ കൊടുക്കേണ്ടത് അവരുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള എന്തെങ്കിലും ആണ്. ഇപ്പോൾ ഇനിയാണ് എന്റെ സീക്രട്ട് സാന്റെങ്കിൽ എല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നും കൂടെ നോക്കാനും കൂടെ ആയിരുന്നു ഇന്നത്തെ നടപ്പ്. എന്തായാലും സംഭവം കിട്ടി. പോരാത്തതിന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ഷോൾഡർ ബാഗ് എനിക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഈ ഔട്ട്ലെറ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഒരു മോള് പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം എന്ന രീതിക്ക് കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എസ്പെഷ്യലി ഓഫറുകൾ വരുന്ന സമയങ്ങളിൽ. നമ്മൾ വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, കോസ്റ്റയുടെ കോഫിയൊക്കെ ഓരോരുത്തർ കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ഈ കയ്പുള്ള സാധനം എന്തിനു ഇവര് കാശ് കൊടുത്ത് വാങ്ങിച്ചു കുടിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഈ ഔട്ട്ലെറ്റ് വില്ലേജിന്റെ അകത്ത് കയറിയപ്പോൾ തൊട്ട് ആലോചിക്കുകയാണ് ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു കുടിക്കണമെന്ന്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ഹോട്ട് ചോക്ലേറ്റ് ആകാന്ന് വിചാരിച്ചു. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്തോ സംതിങ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. നമ്മളിന്ന് നടന്നാട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പൊ തണുപ്പത്ത് തിരിച്ച് നടക്കുമ്പോൾ പോരാത്തന്നെ ഇന്ന് മഴയും കൂടെ ഉള്ള ഒരു ദിവസമാണ്. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ നുണഞ്ഞ് നടക്കാൻ നല്ല സുഖമാണ്. ഇന്ന് പകൽ ഫുള്ളും അത്യാവശ്യം സൂര്യപ്രകാശം ഒക്കെ ഉള്ള നല്ലൊരു വെതർ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പടി പിടിച്ച് വീട്ടിലിരുന്ന് നമുക്ക് അങ്ങനെ ഒരു ബോധോദയം ഉദിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും സന്ധ്യയായി. അതുപോലെ തന്നെ മഴയും തുടങ്ങി. പക്ഷെ ക്രിസ്മസിന്റെ സമയത്തൊക്കെ നടക്കുമ്പോൾ ഒരു സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലുള്ള വീടുകളൊക്കെ നല്ലപോലെ അലങ്കരിച്ചേക്കുമായിരിക്കും. മിക്ക വീടുകളിലും തന്നെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ലൈറ്റ്സ് ഒക്കെ കണ്ട് അതിന്റെ കമന്റ് ഒക്കെ അടിച്ചിങ്ങനെ പോകാം. പിന്നെ വേറൊരു രീതിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നു പോവാണെന്ന് പറഞ്ഞാൽ കൂടെയും അൺഹെൽത്തി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോവാം. അപ്പൊ അടുത്തതിന് എവിടെയാ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ പോവാന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഈ നടപ്പ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഭയങ്കര കുട്ടിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.